രോഗം മാറാൻ വേണ്ടി ചില ആളുകളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന നൂലുകളും ഏലസുകളും ഐക്കല്ലുകളും ഒക്കെ ശരീരത്തിന് പല ഭാഗങ്ങളിലും കെട്ടിവെക്കാറുണ്ട്. രോഗം മാറാൻ, ഐശ്വര്യമുണ്ടാകാൻ, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ, വാഹനങ്ങളിൽ അപകടം സംഭവിക്കാതിരിക്കാൻ, അങ്ങനെ പലതരത്തിലുള്ള നീയത്തുമായി പലതരങ്ങളിലുള്ള ലക്ഷ്യങ്ങളുമായി ആളുകൾ ഐക്കല്ല് കെട്ടുകയാണ്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ, മൻ അല്ലക തമീമ, ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ ഫഖദ് കഫറ ഔ അശ്റക, അവൻ കാഫിറായി, അവൻ മുശ്രിക്കായി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ജാറത്തിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഏത് മഖ്ബറയിൽ നിന്ന് കിട്ടിയതാണെങ്കിലും അത് കിട്ടിയാൽ, അതുമായി മരിച്ചുപോയാൽ അവന്റെ മയ്യിത്ത് പോലും നമസ്കരിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയെ സന്ദർശിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ചരട് കാണുകയാണ്, ഒരു ഐക്കല്ല് കാണുകയാണ്. ഇതെന്തിനാണ് കെട്ടിയതെന്ന് ചോദിക്കുമ്പോ ദുർബലത വരാതിരിക്കാനാണെന്നാണ് മറുപടി കിട്ടിയത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻസിഅഹാ, അത് പൊട്ടിച്ച് വലിച്ചെറിയണമെന്നാണ്. ഇതുമായിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നിന്റെ മയ്യിത്ത് പോലും ഞാൻ നമസ്കരിക്കില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, പരലോകത്ത് നിനക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കല്ലിനും ഒരു നൂലിനും ഒരു ചരടിനും നമ്മുടെ രോഗം മാറ്റാൻ കഴിയില്ല, ഒരു ഐക്കല്ലിനും നമ്മുടെ അപകടങ്ങളെ തടുക്കാൻ കഴിയില്ല. അതിനെല്ലാം കഴിവുള്ളവൻ റബ്ബ് മാത്രമാണ്. രോഗം നൽകുന്നവൻ റബ്ബാണെങ്കിൽ ശിഫ നൽകുന്നവനും അവൻ തന്നെയാണ്. അതുകൊണ്ട് ചരടുകളുടെ പിന്നാലെ, നൂലുകളുടെ പിന്നാലെ, മക്ബറകളുടെ പിന്നാലെ പോയാൽ നമ്മുടെ ആഖിറമാണ്, നമ്മുടെ സ്വർഗമാണ് നമുക്ക് നഷ്ടമാകുക.